എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കാറേയില്ല. എന്നിൽ എന്ത് ബാക്കിയുണ്ട് എന്നായിരിക്കണം നിങ്ങളുടെ ചിന്ത. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകളാണിത്. ഒരു ചക്രക്കസേരയിൽ ഇരുന്നു കൊണ്ട് കാലത്തിന്റെ പൊരുൾ തേടിയിറങ്ങിയ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തക ചോദിച്ചു, ബാക്കിയൊന്നും ഇല്ലെങ്കിലോ? അതിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞു, ഒരു പൊട്ടിത്തെറിയിൽ നിന്നും ആരംഭം കുറിച്ച ഈ പ്രപഞ്ചത്തിന് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്താമെങ്കിൽ ഒന്നുമില്ലായ്മ തന്നെ വളരെയധികമാണ്. വിക്കിക്കൊണ്ട് പതുക്കെ മറുപടി പറയാൻ 15 മിനിറ്റോളം വേണ്ടിവന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്. അദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കാനോ ഇലക്ട്രോണിക് മെഷീനിന്റെ സഹായം വേണ്ടിവന്നു ഈ ലോകത്തിന്. 90% ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഈ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് ലോകത്തിൽ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ശാസ്ത്ര ഗവേഷണ ഗ്രന്ഥമായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം രചിച്ചത്. തൻ്റെ 20ാമത്തെ വയസ്സിൽ മോട്ടോർ ന്യൂറോൺ എന്ന ചികിത്സയില്ലാത്ത അപൂർവ രോഗത്തിന് അടിമയായ ഹോക്കിങ്ങിന് 2 വർഷത്തെ ആയുസ്സായിരുന്നു ഡോക്ടേഴ്സ് വിധിച്ചത്. തൻ്റെ തളർന്ന ശരീരത്തിലെ തളരാത്ത മനസ്സാണ് പിന്നീട് 56 വർഷം ശാസ്ത്രലോകത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയത്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഈ വീഡിയോ. 1942 ജനുവരി 8-ാം തീയതി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഫ്രാങ്കും മാതാവ് ഇസബൽ ഹോക്കിങ്ങും ആയിരുന്നു. 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഹിറ്റ്ലർ ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനിൽ ബോംബ് ആക്രമണം നടത്തുമെന്ന് പരക്കെ ഭീതി പരന്നു. അതുകൊണ്ട് ഈ ദമ്പതികൾ ഓക്സ്ഫോർഡിലേക്ക് താമസം മാറ്റി. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പ്രസവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു അവർ താമസം മാറ്റിയത്. സ്റ്റീഫൻ ഹോക്കിംഗ് ചെറുപ്പത്തിൽ തൻ്റെ വീടിനടുത്തുള്ള സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. എന്നാൽ പഠിക്കുവാനും എഴുതുവാനും വായിക്കുവാനും വളരെ പിന്നോക്കമായിരുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കൂട്ടുകാർ നിരന്തരം കളിയാക്കുമായിരുന്നു. കൂട്ടുകാരുടെ കളിയാക്കൽ അസഹനീയമായപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് സ്കൂളിൽ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അയാളെ പെൺകുട്ടികൾ മാത്രമുള്ള സെന്റ് ആൽബൻസ് ഹൈസ്കൂളിൽ ചേർത്തു. ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുവാൻ അനുവദിച്ചിരുന്നു. തൻ്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് ഹോക്കിംഗ് ക്രമേണ ആ സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി മാറി. 1959 തൻ്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രസിദ്ധമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കരസ്ഥമാക്കി. അവിടെ നിന്നും മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചു. എന്നാൽ തുടക്കത്തിലുണ്ടായിരുന്ന ഉത്സാഹം നിലനിർത്താൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് കഴിഞ്ഞില്ല. കുഴപ്പക്കാരനും ഉഴപ്പനും മദ്യപാനിയുമായിരുന്ന വിദ്യാർത്ഥി എന്ന പ്രതിച്ഛായയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. തൻ്റെ അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹത്തിന് തൻ്റെ എക്സാമിനറുമായി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് ലഭിച്ചാൽ മാത്രമേ ഉപരിപഠനത്തിന് ചേരാൻ കഴിയുമായിരുന്നുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ മോശം പ്രതിച്ഛായയുള്ള വിദ്യാർത്ഥിക്ക് ഇൻ്റർവ്യൂവിന് നല്ല മാർക്ക് കിട്ടുക പ്രയാസമാണ്. എന്താണ് ഭാവി പരിപാടി? ഇൻ്റർവ്യൂ സമയത്ത് എക്സാമിനർ പരിഹാസകരമായി സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിച്ചു. തൻ്റെ മോശം പ്രതിച്ഛായ ഒരു അവസരമായി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം മറുപടി നൽകി, താങ്കൾ എനിക്ക് ഉയർന്ന മാർക്കാണ് നൽകുന്നതെങ്കിൽ ഞാൻ ഉപരിപഠനത്തിനായി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ചേരും. അതല്ല എങ്കിൽ എനിക്ക് ഇവിടെ തന്നെ തുടർന്ന് പഠിക്കേണ്ടി വരും. വീണത് വിദ്യയാക്കാനുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ബുദ്ധിയിൽ മതിപ്പ് തോന്നിയ എക്സാമിനർ അദ്ദേഹത്തിന് ഉയർന്ന മാർക്ക് തന്നെ നൽകി. 1962 അദ്ദേഹത്തിന് ലോകപ്രശസ്തമായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചു. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആൻഡ് തിയോററ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അഡ്മിഷൻ ലഭിച്ചത്. അവിടെ അദ്ദേഹം കോസ്മോളജിയിൽ ഗവേഷണം നടത്തി. 1963 തൻ്റെ 21ാമത്തെ വയസ്സിൽ ശരീരം മുഴുവൻ തളർന്നു പോകുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന മാരക രോഗത്തിന് അടിമയായി. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞത് പരമാവധി 2 വർഷത്തെ ആയുസ്സാണ്. മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ചവർ സാധാരണഗതിയിൽ ഈ കാലയളവിൽ മരണപ്പെടുകയാണ് പതിവ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തൊട്ടടുത്ത ബെഡിൽ അഡ്മിറ്റ് ചെയ്തിരുന്നത് ഗുരുതരമായ ക്യാൻസർ രോഗം പിടിപെട്ട ഒരു പയ്യനെയായിരുന്നു. ആ പയ്യനാവട്ടെ ആയുസ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ പയ്യൻ വളരെ പ്രസരിപ്പോടെയായിരുന്നു ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഈ കാഴ്ച ഹോക്കിങ്ങിന് വളരെയധികം പരിവർത്തനമുണ്ടാക്കി. ആ കുട്ടിക്ക് ഏതാനും ദിവസം പ്രവചിച്ച ഡോക്ടേഴ്സ് തനിക്ക് 2 വർഷത്തെ ആയുസ്സാണ് പ്രവചിച്ചിരിക്കുന്നത്. ഈ കുട്ടിയേക്കാൾ എത്രയോ ഭേദമാണ് തൻ്റെ അവസ്ഥ. താനിനി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും സജീവമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ജീവിതം സമൂഹത്തിനും ശാസ്ത്രലോകത്തിനും സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തൻ്റെ രോഗവും ആയുസ്സിൻ്റെ പരിധിയും അദ്ദേഹം മറന്നു. പിന്നീടുള്ള ഓരോ നിമിഷവും സ്റ്റീഫൻ ഹോക്കിംഗ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഗവേഷണങ്ങളിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് എന്ന വിഷയത്തിൽ PhD ലഭിച്ചു.
1965 ജെയിൻ വൈൽഡ് എന്ന സഹപ്രവർത്തകയെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഇടയ്ക്കിടെ രോഗം വല്ലാതെ മൂർച്ഛിച്ചു. പിന്നീട് വീൽചെയറിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. 1968 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിൽ അദ്ദേഹം ഗവേഷകനായി ജോലിയിൽ പ്രവേശിച്ചു. അവിടെ അദ്ദേഹം തന്റെ ആരോഗ്യസ്ഥിതി മറന്ന് കഠിനമായി ജോലി ചെയ്തു. 1972 കാലഘട്ടത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ സംസാരശേഷി 90% നശിച്ചു. കമ്പ്യൂട്ടറൈസ്ഡ് വോയിസിന്റെ സഹായത്തോടെയാണ് പിന്നീട് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ലോകം ശ്രദ്ധയോടെ കേട്ടു. അദ്ദേഹത്തിന്റെ രേഖകളും ലേഖനങ്ങളും കണ്ടെത്തലുകളും ശാസ്ത്രലോകത്തെ ഇളക്കിമറിച്ചു. അദ്ദേഹം രചിച്ച എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകം കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു. ലോകത്തിന് ഒരു തുടക്കവും ഒടുക്കവും ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഒരു മഹാവിസ്ഫോടനം അഥവാ ബിഗ് ബാങ്കിലൂടെയാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം. ബിഗ് ബാങ്കിന് മുമ്പ് എന്തായിരുന്നു എന്ന് വിശദീകരിക്കാൻ സ്റ്റീഫൻ ഹോക്കിങ്ങിന് കഴിഞ്ഞിട്ടില്ല. ബിഗ് ബാങ്കിന് ശേഷം പ്രപഞ്ചം ക്രമേണ വികസിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിന്റെ വികാസ പരിണാമങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ അദ്ദേഹം അനേകം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. BC 340 ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലിന്റെ അനുമാനങ്ങൾ മുതൽ അദ്ദേഹം പഠനവിധേയമാക്കുന്നുണ്ട്. ന്യൂട്ടൺ, ഐൻസ്റ്റീൻ തുടങ്ങി അനേകം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലുകളിലെ സാമ്യവും വ്യത്യസ്തതകളും വിശകലനം ചെയ്തു. 1924 വരെ മനുഷ്യൻ കരുതിയിരുന്നത് നമ്മുടെ ഭൂമിയും സൂര്യനും ഉൾപ്പെട്ട സൗരയൂഥം ഉൾക്കൊള്ളുന്ന മിൽക്ക് വേ ആണ് പ്രപഞ്ചം എന്നാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ തന്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ വിസ്മയങ്ങളായിരുന്നു. നമ്മുടെ ഗാലക്സികൾ പോലുള്ള അനേകം ഗാലക്സികളും ശൂന്യ മേഘങ്ങളും പ്രപഞ്ചത്തിലുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞനായ ഫിസ്വാൻ അഭിപ്രായപ്പെട്ടു. അതിനായി അദ്ദേഹം പ്രപഞ്ചത്തിന്റെ ഒരു മാതൃകയും വരച്ചുകാട്ടി. ലാപ്ലേസ്മെന്റ് സിദ്ധാന്തപ്രകാരം ആരോ നിശ്ചയിക്കപ്പെട്ട പോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. ഈ സ്ഥിതിയിൽ അല്പമെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പ്രപഞ്ചത്തിലെ സ്ഥിതിഗതികൾ ആകെ മാറിമറിയും. ഈ സ്ഥിതി മാറിമറിയാതെ സംരക്ഷിക്കുവാൻ പ്രപഞ്ചാതീതമായൊരു ശക്തിയുണ്ട്. പ്ലാങ്കിന്റെ ക്വാണ്ടം സിദ്ധാന്തം വിശദമായി തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് പഠനവിധേയമാക്കുന്നുണ്ട്. നക്ഷത്രത്തിലെ പ്രകാശം അതിലുള്ള ഹൈഡ്രജൻ കത്തി നശിക്കുന്നതിന് ഫലമായി ഉണ്ടാകുന്ന പ്രകാശമാണെന്നും കോടാനുകോടി വർഷങ്ങൾ ഹൈഡ്രജൻ കത്തുന്നതുമൂലം ഒരു ദിവസം നക്ഷത്രത്തിലെ വാതകങ്ങളെല്ലാം തീർന്ന് ഒരു സ്ഫോടനത്തോടെ നക്ഷത്രം നശിക്കും. ഇങ്ങനെ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ബ്ലാക്ക് ഹോൾ അഥവാ തമോഗർത്തം. ഇത് പൂർണ്ണമായും ബ്ലാക്ക് ഹോൾ അല്ലെന്നും ഗ്രേ ഹോൾ ആണെന്നും സ്റ്റീഫൻ ഹോക്കിംഗ് സമർത്ഥിച്ചു. ഇങ്ങനെ ധാരാളം ബ്ലാക്ക് ഹോൾസ് പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഹോൾസിൽ നിന്നും അപാര ശക്തിയുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ റേഡിയേഷനെ ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നു. ഈ തമോഗർത്തങ്ങളിൽ വീഴുന്ന ഒരു വസ്തുവിനും നിലനിൽപ്പില്ല. പ്രകാശത്തിനു പോലും തമോഗർത്തങ്ങളിൽ അതിജീവനമില്ല എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് സമർത്ഥിച്ചു. തമോഗർത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന ഹോക്കിംഗ് റേഡിയേഷന് ബദലായി നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. അവസാനം ഈ തമോഗർത്തങ്ങൾ ചുരുങ്ങുകയും വലിയ ഒരു പൊട്ടിത്തെറിയോടെ അവസാനിക്കുകയും ചെയ്യും. ഈ തമോഗർത്തങ്ങൾ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന ഊർജത്തിന്റെ അളവ് താങ്ങാനാകാതെ പ്രപഞ്ചവും നശിക്കുന്നു. തന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിനായി ഇന്ത്യൻ വംശജനും നോബൽ സമ്മാന ജേതാവുമായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖരുടെ കണ്ടുപിടുത്തങ്ങൾ ഹോക്കിംഗ് ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യരാശിക്ക് വലിയ മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം മുതിരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന മനുഷ്യന് അവസാനം കമ്പ്യൂട്ടറുകളെ നിയന്ത്രിക്കാനാവാത്ത സ്ഥിതി വരുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു. ആഗോളതാപനം, അണുശക്തിയുടെ ഉപയോഗം, അന്തരീക്ഷ മലിനീകരണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫലമായി മെഷീൻസ് മനുഷ്യനെ നിയന്ത്രിക്കുന്ന അവസ്ഥ, ഇവയൊക്കെ മൂലം ഈ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാകുമെന്നും സുരക്ഷിതമായ താവളം തേടി മനുഷ്യൻ അന്യഗ്രഹങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നും സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മനുഷ്യൻ 76 വയസ്സുവരെ ജീവിച്ചു. ശാസ്ത്രലോകത്തിന്റെ അതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് കാലത്തിന്റെ കണക്കെഴുതുകാരനായി വീൽചെയറിൽ 90% ശരീരവും സംസാരശേഷിയും നഷ്ടപ്പെട്ട ഈ മനുഷ്യന്റെ വാക്കുകൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ലോകം വായിച്ചെടുത്തു. ചെറിയ ചെറിയ പരാജയങ്ങളിൽ പോലും തളർന്നു പോകുന്ന, ചെറിയ നഷ്ടങ്ങളിൽ പോലും തകർന്നു പോകുന്ന സാധാരണക്കാരന് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പാഠമാണ്. ജീവിതയാത്രയിൽ വീഴ്ചകൾ ഉണ്ടാകുന്നത് സാധാരണമാണെന്നും എന്നാൽ വീണ സ്ഥലത്ത് തന്നെ കിടക്കാതെ എഴുന്നേറ്റ് ഓടണമെന്നാണ് വീൽചെയറിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടി ഓടിയ സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്ക് നൽകുന്ന സന്ദേശം. സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം നൽകിയ മോട്ടിവേഷണൽ എഫക്റ്റ് വളരെ വലുതാണ്. വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും മോട്ടിവേഷണൽ ഗുരുക്കന്മാരും പഠിപ്പിച്ച എല്ലാ പാഠങ്ങൾക്കും പാഠഭേദം സൃഷ്ടിച്ച് തന്റെ 76-ാമത്തെ വയസ്സിൽ 2018 മാർച്ച് 14 അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി.